ലോഞ്ചിൻ്റെയും ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇരുന്നേറെ സദസ്സ് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. മലയാള സിനിമയിലെയും മലയാള ടെലിവിഷൻ രംഗത്തെയും പ്രമുഖർ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഏവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇന്നത്തെ ചടങ്ങുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി അധികം താമസിപ്പിക്കുന്നില്ല, മറ്റ് കാര്യപരിപാടികളിലേക്ക് കടക്കുകയാണ്. വേദിയിലേക്ക് ആദ്യമായിട്ട് ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും തിരുമേനി ശ്രീധരൻ നമ്പൂതിരി സ്വാഗതം ചെയ്യുന്നു. ഇനി പൂജാകർമ്മങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ ചടങ്ങിൽ വേദിയിൽ സ്ഥാനം വഹിക്കുവാനായിട്ട് വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം VR ഫിലിം ഹൗസിൻ്റെ പ്രൊഡ്യൂസറായ ശ്രീ വിനോദ് വാസുദേവൻ അവരുടെ അമ്മ ശ്രീമതി രാധാമണിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിറഞ്ഞ കൈയടികൾ കൊടുത്തുകൊണ്ട് നമുക്ക് അമ്മയെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഒപ്പം ഡയറക്ടർ ശ്രീ TS സാബു അവരുടെ സിസ്റ്റർ ബെറ്റ്സിയെ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം. ഷീ ഈസ് ദി ഓണർ ഓഫ് കരുതൽ അക്കാഡമി ആൻഡ് റിസർച്ച് സെൻറ്റർ, കൊല്ലം. ശ്രീ മുരളി അവർ, അദ്ദേഹം പ്രൊഡ്യൂസർ വിനോദ് സാറിൻ്റെ കൊച്ചച്ഛനാണ്, സ്വാഗതം ചെയ്യുന്ന വേദിയിലേക്ക്. ശ്രീ കോളിൻ, ഹി ഈസ് ദി ഫാദർ ഓഫ് ഡയറക്ടർ സാബു, സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചിത്രത്തിൻ്റെ ഡയറക്ടർ ശ്രീ TS സാബു, പ്രൊഡ്യൂസർ ദ പ്രൗഡ് പ്രൊഡ്യൂസർ മിസ്റ്റർ വിനോദ് വാസുദേവൻ, സ്ക്രിപ്റ്റ് റൈറ്ററായ ശ്രീ ഷമീർ, ഹീറോ ജിൻസ് ജോയ്, ഹീറോയിൻ ആയിഷ സീനത്ത്, ആമസോൺ പ്രൈമിൽ നിന്നും ശ്രീ ആഡം ജോബ്, മാർബിൻ സ്റ്റുഡിയോസ് ആൻഡ് ഫിലിം കമ്പനിയുടെ മാനേജിംഗ് പാർട്ട്ണർ ശ്രീ MA റഹീം. നമുക്ക് പ്രിയങ്കരായ നമ്മുടെ സിനിമാ താരങ്ങളായ ശ്രീ ധർമ്മജൻ ബോൾഗാട്ടെ ക്ഷണിക്കുന്നു, ശ്രീ ബിബിൻ ജോർജിനെ ക്ഷണിക്കുന്നു. ഒപ്പം മധു കലാഭവൻ, ശ്രീ അനൂപ് ജോൺ, ശ്രീ സിനോജ് വർഗീസ്, ശ്രീ രജത് കുമാർ, ശ്രീ ബിറ്റു, ശ്രീ കിച്ചു, നമുക്കിനി പൂജാ ചടങ്ങുകളിലേക്ക് കടക്കാം. ഞാൻ മൈക്ക് കൈമാറുന്നു പ്രിയപ്പെട്ട നമ്പൂതിരിയിലേക്ക്, പ്ലീസ്. എല്ലാവർക്കും സ്നേഹ നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ മനസ്സിൽ വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നൊരു നിമിഷത്തിലേക്കാണ് നമ്മളൊക്കെ എത്തി നിൽക്കുന്നത്. ഞാൻ പറയുന്ന സമയത്ത് മുഴുവൻ ആളുകളും ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് നിൽക്കണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായിട്ട് ഗണപതിയുടെ മന്ത്രത്തോടുകൂടി ഈ പുഷ്പം സ്ക്രിപ്റ്റിനും നമ്മുടെ പൂജാ സ്ഥലത്തേക്കും മന്ത്രത്തോടുകൂടി ആരാധിച്ച് പൂജാ സന്നിധിയിലുള്ള വിളക്ക് കൊളുത്തുന്ന ചടങ്ങാണ് ആദ്യം. മുഴുവൻ ആളുകളും ഈ മന്ത്രം ഒന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടുകൂടി നിൽക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഒന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഈ പുഷ്പം ആരാധിച്ച് ഈ വിളക്ക് കത്തിക്കുന്നതോടുകൂടി നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്, വിളക്ക് കത്തിച്ചാൽ ഇരുട്ട് മാറുമെന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നതാണ്. ഈ വിളക്ക് കത്തിക്കുന്നതോടുകൂടി ഈ ചടങ്ങിലോ ഇവിടെയുള്ളവരിലോ നമ്മളുടെ ഈ പ്രൊജക്റ്റിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഇരുട്ടുകളുണ്ടെങ്കിൽ ഈ ഇരുട്ടുകളൊക്കെ മാറി വെളിച്ചം ഉണ്ടാക്കി തരണമെന്ന് സർവശക്തനായ ഈശ്വരനോട് മനസ്സുരുകി എല്ലാവരും പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന ഈ പ്രൊജക്റ്റിന്റെ ഭാഗഭാക്കായിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മന്ത്രം മുഴുവൻ ആളുകളും ചൊല്ലണം. ഗണാനന്ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാം
ഉപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോദിഭിः സീതസാദനം. ശ്രീ മഹാഗണപതയേ നമഃ. ദൈവിന്നാവഗ്നസ്വരിത്രാമനാ ഗസമസ്രവന്തി മാരുഹേമ. സ്വസ്തയേ ഇമാം സുനാവമാരുഹവും ശതാരിത്രാം ശരസ്ഭ്യാം അച്ഛിദ്രാം പാരയിഷ്ടും. മുഴുവൻ ആൾക്കാരും ഈശ്വരനോട്, വിഘ്നേശ്വരനോട്, ഇവിടെ നമ്മുടെ ഈ പ്രൊജക്ടിന് എന്ത് വിഘ്നങ്ങളുണ്ടെങ്കിലും എല്ലാ വിഘ്നങ്ങളും തീർത്ത് ഇതിന് നമ്മളുടെ ഈ പ്രൊജക്ടിന് 12ഓളം പ്രൊജക്റ്റുകൾ ചെയ്തു തരാൻ ഈശ്വരൻ അനുഗ്രഹിച്ചു തരണമെന്ന് നന്നായി മുഴുവൻ ആളുകളും പ്രാർത്ഥിച്ച് ഈ പുഷ്പം ഈ നമ്മുടെ സ്ക്രിപ്റ്റിന്റെ മുകളിൽ മുഴുവൻ ആൾക്കാരും ആദ്യം ആരോപിക്കണം. ശ്രീ മഹാഗണപതയേ നമഃ. പൂജ വിളക്ക് തെളിയിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി എല്ലാവരും പ്രാർത്ഥിക്കുക. എന്ത് ഇരുട്ടുണ്ടെങ്കിലും ഇരുട്ടൊക്കെ മാറി ഉത്തരോത്തരം സൂര്യചന്ദ്രന്മാരുള്ളത് വരെ, എത്രയാണോ സൂര്യചന്ദ്രന്മാരുള്ളത് അത്രയും ഉയർന്ന് നമ്മുടെ പ്രൊജക്ട് ഉയർന്ന് വിജയത്തിൽ എത്തിച്ചു തരാൻ ഈശ്വരനോട് എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. വിളക്ക് അവർക്ക് കൊടുക്കുകയാണ്. ചടങ്ങിലേക്കാണ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ മുന്നോട്ട് ക്ഷണിക്കുന്നു. ആദ്യമായി ശ്രീമതി രാധാമണി അമ്മ, ശ്രീമതി ബെറ്റ്സി, ശ്രീ മുരളി, ശ്രീ കോളിൻ,
അങ്ങനെ ഇതോടുകൂടി പൂജാ ചടങ്ങുകളും അതിർദീപം തെളിയിക്കൽ ചടങ്ങുകളെല്ലാം ഓക്കെ. അതെ 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 ഓക്കെ. ഇനി അടുത്തത് കർപ്പൂരം ഒഴിഞ്ഞതിന് ശേഷമുള്ള സ്ക്രിപ്റ്റ് കൈമാറൽ ചടങ്ങ് കൂടിയാണ്. വേദിയിലുള്ള വിശിഷ്ടാതിഥികൾ വേദിയിൽ തന്നെ ഒന്ന് നിൽക്കണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. പ്ലീസ്. ഇനി നമ്മൾ കർപ്പൂരാരാധന കഴിഞ്ഞ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ക്രിപ്റ്റ് ഇതിൻ്റെ ഉടമസ്ഥന്മാരൊക്കെ കൈമാറുകയാണ്. നമ്മുടെ ചിത്രത്തിൻ്റെ നായിക ആയിഷ സീനത്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആയിഷയ്ക്ക് ഹാർദവമായ സ്വാഗതം അരുളുന്നു. വെൽക്കം ആയിഷ. നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് ആയിഷയുടെ ഇതിലേക്ക് ക്ഷണിക്കാം. ആയിഷയുടെ ഡെബ്യൂ മൂവിയാണ് മലയാളത്തിലേക്ക് ആയിഷ കാലെടുത്ത് വെക്കുകയാണ്. ഇതിനോടകം തമിഴിലും തെലുങ്കിലും ഒക്കെ നിരവധി പ്രോജക്റ്റുകൾ ചെയ്തൊരു കലാകാരി കൂടിയാണ് ആയിഷ. ഹാർട്ടി വെൽക്കം. ഇനി നമ്മുടെ ചിത്രത്തിൻ്റെ തിരക്കഥ തിരുമേനി ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും ഈ അവസരത്തിൽ കൈമാറുന്നു. ഇതിനേക്കാളും അതിഗംഭീരായ പ്രൊജക്ട് ഉയർന്ന് വളരാൻ വേണ്ടി മുഴുവൻ ആൾക്കാരെ പ്രാർത്ഥിക്കുക. ഞാൻ അങ്ങോട്ട് കൈമാറുകയാണ്. മനസ്സ് നിറയെ പ്രാർത്ഥനകളോടെ നിറഞ്ഞ കൈയടികളോടെ നമുക്ക് എല്ലാവർക്കും ഈ നിമിഷത്തിന് സാക്ഷ്യം കേൾക്കാം. തിരുമേനി പറഞ്ഞതുപോലെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ പ്രോജക്റ്റിന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും മകം വഴി തന്നെ പ്രാർത്ഥിക്കാം, ആശംസിക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് എവറിവൺ ഹിയർ ഓൺ ദി സ്റ്റേജ്. നമ്മുടെ ചടങ്ങുകളെല്ലാം പൂജാ ചടങ്ങുകളും അതിർത്തിയും തെളിക്കൽ ചടങ്ങുകളും എല്ലാം അവിടെ പൂർണ്ണമായിരിക്കുന്നു. നമുക്കിനി മറ്റു കാര്യപരിപാടികളിലേക്ക് കിടക്കാം. ഐ റിക്വസ്റ്റ് എവറിബഡി ടു ടേക്ക് ദി സ്റ്റേജ് ബാക്ക് പ്ലീസ്. Okay, ladies and gentlemen, we are here to launch the brand new production house. We are Movie House. അപ്പോൾ നല്ലൊരു കൈയടിയോടെ മനോഹരമായ കൈയടിയോടെ നമുക്ക് എല്ലാവർക്കും let's witness this. Here we go. Yes, this is We Are Movie House led by Sri Vinod Vasudevan. Thank you so much ധർമ്മജൻ ചേട്ടാ, ഒത്തിരി സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ ശ്രീ വിനോദ് സാറിനെ കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയ്യടി കൊടുത്ത് നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കാം. അദ്ദേഹം നമുക്ക് ഇവർക്കും കൂടുതൽ പരിചിതമായിട്ടുള്ളത് ശ്രീ വിനോദ് കടക്കൽ എന്ന പേരിലാണ്. ആ ഒരു നാമധേയത്തിൽ ഒരുപാട് ഒട്ടനവധി പ്രോജക്റ്റുകളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ളത്. സർ പ്രൊഡക്ഷൻ കൺട്രോളർ. സർ പ്ലീസ് വരൂ. നമ്മുടെ പ്രോജക്റ്റിനെ കുറിച്ച്. അതെ, നമസ്കാരം. കുറേ വർഷങ്ങളായി ഒരാഗ്രഹമായിരുന്നു ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങണമെന്നത്. 25 വർഷത്തോളമായി ഞാൻ ഈ പ്രൊഡക്ഷൻ കൺട്രോൾ, പ്രൊഡക്ഷൻ മാനേജർ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സിനിമ ഒരു 3 വർഷമായി ഇതിൻ്റെ പിറകിൽ ഞാനും ഡയറക്ടറായ ടി എസ് സാബുവും കൂടെ ആയിരുന്നു. 3 വർഷം കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത പ്രോജക്റ്റായിരുന്നു. അതിന്ന് സഫലമാക്കാൻ വിചാരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഇനി ധർമ്മജൻ ചേട്ടനെ 2 വാക്ക് പ്ലീസ്.
എല്ലാവർക്കും നമസ്കാരം. VR മൂവീസിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഇവിടെ കൂടിയിരിക്കുന്ന ഇതിൻ്റെ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും ഏറ്റവും പ്രിയപ്പെട്ടവരായ ബന്ധുക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഇതിൽ അഭിനയിക്കാൻ ഉള്ള ആർട്ടിസ്റ്റുകൾക്കും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വളരെ നമസ്കാരം. രാരാപ്പിലെ ഞാനൊരു അമ്പലത്തിൽ വന്നതാണോ സിനിമയുടെ പൂജയ്ക്ക് വന്നതാണോ എന്ന് അറിയില്ലാത്തൊരു ഇതായിരുന്നു. പൂജകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് ഇത് പോകുന്നു. മലയാളത്തിലെ പുതിയ പുതിയ പ്രൊഡക്ഷൻ കമ്പനികൾ വരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇനി ഇങ്ങനെയുള്ള കമ്പനികൾ വന്നില്ലെങ്കിൽ സിനിമയില്ലാതായാൽ, ഞങ്ങൾക്ക് അഭിനയിക്കാൻ അവസരമില്ലാതായാൽ കൂലിപ്പണിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പുതിയ കമ്പനികൾ ഇനിയും വരണം, അത് വിജയിക്കണം, അത് വിജയകരമാകണം, പ്രൊഡ്യൂസർക്ക് ലാഭമുണ്ടാകണം, അഭിനയിക്കുന്നവർക്ക് മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ ചെയ്യാനുള്ള വേഷങ്ങൾ കിട്ടണം, അതിലൂടെ നടന്മാരും നടിമാരും ഒക്കെ വിജയിക്കണം. ഇപ്പോൾ പുതിയ നായിക മലയാളത്തിലേക്ക് ഉദയം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഉൾപ്പെടെ ഈ സിനിമയിൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ്. ഒരു പ്രൊഡ്യൂസർ മാത്രമല്ല, ഒരു ഡയറക്ടർ മാത്രമല്ല, പുതിയ നായകനുണ്ട്. അപ്പോൾ പുതിയ നായകൻ ഒരു മെൻ്റലിസ്റ്റ് ആയിട്ടുള്ള റൈറ്റർ. അപ്പോൾ എല്ലാവരും അവരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഭയങ്കര ആഗ്രഹത്തോടെ സ്വപ്നത്തോടെ കാണുന്ന ഒരു പ്രൊജക്റ്റാണ് പ്രൊഡക്ഷൻ നമ്പർ 1 എന്നാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഇത് പ്രൊഡക്ഷൻ നമ്പർ 100 വരെ ആകട്ടെ, അത് കഴിഞ്ഞ് പോകണമെങ്കിൽ പോകട്ടെ, അതുവരെയൊന്നും ഞാനൊന്നും ജീവിച്ചിരിക്കില്ല. എന്നാലും പ്രൊഡക്ഷൻ നമ്പർ അങ്ങനെ നീളട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നെ ഈ ചടങ്ങിലേക്ക് വിളിച്ച കലാഭവൻ മധു എന്ന് പറയുന്ന എൻ്റെ ചേട്ടനോടും വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഈ സിനിമയ്ക്കും ഈ സിനിമയുടെ പ്രവർത്തകർക്കും എല്ലാവർക്കും നന്മ നിറഞ്ഞ എല്ലാവിധ ആശംസകളും നേരുന്നു. പടം വളരെ വിജയകരമാകട്ടെ. നന്ദി. ഒരുപാട് നന്ദി റോഷൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. VR മൂവി ഹൗസ് എന്ന നമ്മുടെ ഈ ചിത്രം, പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിക്കുന്ന നമ്മുടെ ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ശ്രീ TS സാബു. അദ്ദേഹം ഒരു നവാഗത സംവിധായകനാണ്. പക്ഷേ എന്നാൽ 1986 സ്വാമി ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലൂടെ ഒരു ബാലതാരമായിട്ട് സിനിമാ രംഗത്തേക്ക് വന്നു. അതിനുശേഷം നിരവധി ചിത്രങ്ങളിലും സീരിയലുകളിലും ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. കഴിഞ്ഞ ഒരു 6 വർഷക്കാലമായിട്ട് കൈരളി മിഡിൽ ഈസ്റ്റിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറായും ക്യാമറമാനുമായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ചു വരുന്ന നമ്മുടെ സംവിധായകനെ നമുക്ക് വേദിയിലേക്ക് നിറഞ്ഞ കയ്യടികൾ നൽകിക്കൊണ്ട് സ്വാഗതം ചെയ്യാം. ശ്രീ TS സാബു, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു ധന്യമുഹൂർത്തമാണ്. കാരണം സൗണ്ട് ഇടതുമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കമൊക്കെയാണ് ഒരു സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും ആദ്യമായി തന്നെ എൻ്റെ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത് എൻ്റെ ഗുരുക്കന്മാരോട്, വേദിയിലിരിക്കുന്ന ബന്ധുക്കൾ, വിശിഷ്ടാതിഥികൾ, വിപിൻ, ആയിഷ, പുതിയ ഒരു താരം ഹീറോയിനാണ്. മലയാളത്തിലേക്ക് ആദ്യമായി എൻട്രി ചെയ്യുകയാണ് ആയിഷയെ സംബന്ധിച്ചിടത്തോളം തമിഴിലും സീസൺ 6 ബിഗ് ബോസിൽ അഭിനയിച്ചു. അതേപോലെ തന്നെ തെലുങ്ക് സിനിമകളിലൊക്കെ വേഷങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആദ്യം തന്നെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു എൻട്രി എന്ന് പറയുമ്പോൾ നല്ലൊരു മാസ് എൻട്രി ആവണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു മാസ് എൻട്രിയിൽ നമ്മൾ കൊണ്ടുവരികയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പടങ്ങളിലായിട്ട് വീണ്ടും ആയിഷ മുന്നോട്ട് മലയാളത്തിൽ പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ജിൻസ് എന്ന് പറഞ്ഞാൽ കാസർഗോഡുകാരനാണ്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠനമൊക്കെ കഴിഞ്ഞു മുന്നോട്ട് വന്നിപ്പോൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു യൂണിറ്റൊക്കെ നടത്തിയാണ്. അദ്ദേഹമാണ് നമ്മുടെ ഹീറോയായിട്ടുള്ളത്.
ഇനി ഈ ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണ്. ഈ ഒരു സിനിമയുമായിട്ട് ഏകദേശം ഞാനും ഇതിൻ്റെ റൈറ്ററും കൂടെ ഒരു 3 വർഷക്കാലം ഇതുമായി ബന്ധപ്പെട്ട് യാത്രകൾ നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്. ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മുന്നിൽ നിന്ന് കാണുന്നു, പിന്നിൽ നിന്ന് കുത്തുന്നവരൊക്കെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിലാണ് ഇത് മുന്നോട്ട് പോയത്. എങ്കിലും ഈ അവസരത്തിൽ എനിക്ക് പറയാതെ വയ്യ, ഇതൊരു ഗംഭീര സിനിമ തന്നെയാണെന്നാണ് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന അതിനുണ്ടാവണം, അനുഗ്രഹം ഉണ്ടാവണം. അതോടുകൂടി ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും എന്നെ അനുഗ്രഹിക്കും, ഞങ്ങളുടെ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കുക, VR മൂവി ഹൗസിനെ അനുഗ്രഹിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സോ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ ചിത്രത്തിൻ്റെ ഹീറോ ഒരു നവാഗതനാണ്, ആൻഡ് ദാറ്റ് ഈസ് ജിൻസ് ജോയ്. നല്ലൊരു കൈഡി കൊടുക്കാം. അദ്ദേഹം ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ്, മാത്രമല്ല ബൈ പ്രൊഫഷൻ അദ്ദേഹം ഒരു നഴ്സാണ്. മാത്രമല്ല സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ വലിയൊരു സംരംഭം കൂടിയുണ്ട്, ഒരു ഡയാലിസിസ് യൂണിറ്റ്. ഹിസ് റൈറ്റ് ഫ്രം കാസർഗോഡ്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നല്ലൊരു കൈയടിയോട് കൂടി നമുക്ക് നമ്മുടെ ഹീറോയെ വേദിയിലേക്ക് ക്ഷണിക്കാം. 2001-ലും 2002-ലും ലോകധർമ്മി എറണാകുളം നാടകക്കളരിയിലും, അതുപോലെ തന്നെ 2004-ൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ കലാഗ്രാമ ബാംഗ്ലൂർ, ഇവിടെ നിന്നൊക്കെ ട്രെയിനിങ് ഒക്കെ നേടിയിട്ടുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം. സർ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാർട്ടി വെൽക്കം പ്ലീസ്. ആദ്യമേ എല്ലാവർക്കും നന്ദി. ഞാൻ ഇങ്ങനൊരു വേദിയിലൊന്ന് നിൽക്കാൻ എനിക്ക് അവസരം തന്ന സാബു സാറിനും വിനോദ് സാറിനും എത്ര പറഞ്ഞാലും മതിവരില്ല. അവരുമായി കണ്ടുമുട്ടിയ ഒരു രംഗം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, കാസർഗോഡ് സ്വർഗ എന്ന ഒരു ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് കാസർഗോഡ് എത്തുകയും ഏകദേശം 4-5 മാസം അവർ കാസർഗോഡ് തങ്ങുകയും പരപ്പ എന്ന ഗ്രാമത്തിൽ ഞങ്ങളൊരു ക്യാമ്പ് പോലെ, ഒരു കുടുംബം പോലെ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ഞങ്ങളൊരു ഇങ്ങനൊരു സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഇതിൻ്റെ കഥ പറയുകയും ചെയ്തത്. ഡോക്ടർ ബെന്നറ്റ് എന്ന സിനിമ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ സാറോട് പറഞ്ഞു, സാറേ നമുക്കിത് ചെയ്താലോ എന്ന്. അങ്ങനെ അത് ഈ സിനിമയുടെ ഭാഗം അന്നൊന്നും പറഞ്ഞിട്ടില്ല, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടോന്ന് മാത്രമേ എന്നോട് ചോദിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു നല്ല കഥയാ, ഇതുവരെ കേൾക്കാത്തൊരു കഥ. ഞങ്ങൾ പഴയ മറ്റു സിനിമ, അതായത് ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിരുന്ന സ്വർഗ, ആ ഗ്രാമത്തെക്കുറിച്ചുള്ളൊരു ഫിലിം, തെയ്യത്തെക്കുറിച്ചുള്ള സിനിമയായിരുന്നു. അതിനുവേണ്ടിയുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീടാണ് അതിന് കുറച്ച് പോരായ്മകളല്ല, കുറച്ചും കൂടെ നന്നാക്കണം. ആ സ്ക്രിപ്റ്റ് ഇപ്പം പൂർണ്ണമായ ഒരു സിനിമയിലേക്ക് എത്താൻ ആയിട്ടില്ല എന്ന് കണ്ടെത്തുകയും അതിൻ്റെ ഫസ്റ്റ് ഭാഗമായി നമ്മൾ ആദ്യമായി ചെയ്യുന്ന സിനിമ ഒത്തിരി നന്നാക്കണമെന്ന ആഗ്രഹത്തോടെ ബെന്നറ്റ് തുടങ്ങാമെന്ന് പറയുകയും, ശരിക്കും പറഞ്ഞാൽ എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനൊരു ഒരു സിനിമയിൽ ഒരിക്കലും അവസരം കിട്ടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഒരു ന്യൂസ് പേപ്പർ ബോയിനെ പോലും, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കൊണ്ട് ഇട്ട് കൊടുക്കുന്ന സീൻ പോലും ഞാൻ അഭിനയിച്ചിട്ടില്ല. സിനിമയിൽ ഈ ഫിലിമിൽ ഇവരോടൊപ്പം കൈകോർത്തുകൊണ്ട് നല്ല രീതിയിൽ അഭിനയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇവിടെ വരെ എത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ജിൻസ് ജോയ്. നല്ലൊരു കൈയടി കൊടുക്കാം. ഹി മസ്റ്റ് ബി എ റിയലി ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. നമ്മുടെ ചിത്രത്തിന് വി ഡു ഹാവ് എ വെരി ഗോർജിയസ് ഹീറോയിൻ, ദാറ്റ് ഈസ് ആയിഷ സീനത്ത്. ആയിഷയുടെ ഡെബ്യൂ മലയാളം മൂവിയാണിത്. 2018-ൽ പൊന്മകൾ വന്താൾ എന്ന തമിഴ് ചിത്രത്തിലൂടെ തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് വന്നു. അതിനുശേഷം തെലുങ്കിൽ നിരവധി ചിത്രങ്ങൾ ചെയ്തു. പിന്നീട് ബിഗ് ബോസ് സീസൺ 6-ലെ ഒരു വളരെ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. ആൻഡ് നൗ ഷീ ഈസ് ഹിയർ വിത്ത് us. നല്ലൊരു കൈയ്യടി കൊടുക്കാം ഫോർ ആയിഷ സീനത്ത്. ആൻഡ് ആയിഷ എന്ന നാമത്തിലാണ് ആയിഷ കൂടുതലും അറിയപ്പെടുന്നത്, അല്ലേ? കാസർഗോഡുകാരിയാണ്. പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ലൈക്ക് കുറച്ച് നെർവസ് ആണ്. ഞാനൊട്ടും പ്രിപ്പയർ ചെയ്തിട്ടില്ല സംസാരിക്കാനോ കൊള്ളാനോ ഒന്നും. ബിക്കോസ് എനിക്ക് ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുന്ന വരെ ഇത് ഹാപ്പനിങ് ആണ്, ലൈക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത്
ഐ വാസ് നോട്ട് ഷുവർ ലൈക്ക് എന്താ വെച്ചാൽ എന്താ ഒരു മലയാളി കുട്ടിയായിരുന്നിട്ട് അത് കാസർഗോഡിൽ നിന്ന് ഒരു മീഡിയയിലേക്ക് പോയി ഒരു 7 years ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ എനിക്ക് മലയാളത്തിൽ ഒന്നും ചെയ്യാനുള്ള ഒരു എന്താണ് പ്രോപ്പറായിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കറക്റ്റ് ടൈമിലാണ് കറക്റ്റ് വിഷയം നടക്കുക എന്നുള്ളത് പറയുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഇതിന് വേണ്ടിയിട്ടായിരിക്കും ഇത്രയും ദിവസം ഞാൻ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചത് എന്നുള്ളത്. സോ അതും ആദ്യത്തെ സിനിമ നല്ലൊരു സ്ക്രിപ്റ്റ് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എന്നെ ഇതിൽ എത്തിച്ച മുജീബ് ക സബു സർ ഒരുപാട് നന്ദി. ഞാൻ എന്താണ് എപ്പോഴും കടമപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക്. എൻ്റെ ഫസ്റ്റ് ഡയറക്ടറാണ് മലയാളത്തിലെ. സോ നിങ്ങൾ ഓഹോ എന്ന് പോകുന്ന പോലെ ഞാൻ ഓഹോ എന്ന് പോകുന്നു വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ആയിഷ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നന്നായി വരട്ടെ. നമ്മൾ ഇത്രയും നേരം വി ആർ മൂവി ഹൗസ് നിർമ്മിക്കുന്ന ചിത്രം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ ടൈറ്റിൽ ഇതുവരെയും എന്താണ് എന്നുള്ളത് റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ആകാംക്ഷയുണ്ട്, ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ നമ്മുടെ ടൈറ്റിൽ ലോഞ്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കർമ്മം നമുക്ക് വേണ്ടി നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നടനും സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും പിന്നെ കോമഡി ആർട്ടിസ്റ്റും ഒക്കെ ആയ നമ്മുടെ സ്വന്തം ബിബിൻ ജോർജ് ആണ്. ഒരു അടിപൊളി കൈഡി കൊടുത്തോണ്ട് ബിബിൻ ജോർജിനെ വേദിയിലേക്ക് ചേട്ടാ ഹാർട്ടി വെൽക്കം. യെസ്, അതെ അതെ, പ്രൊഡ്യൂസർ കൂടിയാണ്. ഏതാ പ്രൊഡ്യൂസ് ചെയ്തത്? ചേട്ടൻ്റെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ? എന്തായാലും ഭാവിയിൽ അതെ. Here we go. നല്ലൊരു കൈഡിയാവാം. We are a movie house produce ചെയ്യുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ It's Dr. Bennett. ഒരു അടിപൊളി കൈഡിയാവാം. Come on everyone. Dr. Bennett എന്നാണ് നമ്മുടെ ചിത്രത്തിന്റെ ടൈറ്റിൽ. കേൾക്കുന്ന പോലത്തെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സൈക്കോ എന്നൊക്കെ നമുക്ക് അനുമാനിക്കാം. And this is it. Dr. Bennett. ഡോക്ടർ ബെന്നറ്റ് ആയിട്ടാണോ ജിൻസ് അഭിനയിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷയുണ്ട്. ഓക്കെ, മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി വഴിയെ അറിയാം. ആൻഡ് താങ്ക് യു സോ മച്ച് ബിബിൻ ചേട്ടാ. താങ്ക്സ് എ ലോട്ട്. ആൻഡ് ഇനി നമുക്ക് ബിബിൻ ചേട്ടൻ്റെ പുതിയ വിശേഷങ്ങളും നമ്മുടെ ടൈറ്റിലിനെ പറ്റി പ്രോജക്റ്റ് കുട്ടിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നൊക്കെ കേൾക്കാം. യെസ്, താങ്ക് യു. ഹലോ, നമസ്കാരം. ആദ്യം നല്ലൊരു ഐഡിയ ആണ് എന്താണ്. അതെ, ഇന്ന് നല്ലൊരു ദിവസമാണ്. വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അത് വേറൊന്നുമല്ല, ഇന്ന് നല്ല ദിവസമാണെന്ന് പറയാൻ കാര്യം ഇന്ന് വേറൊരു പടത്തിൻ്റെ പൂജ ഇന്ന് വൈകിട്ട് IMA ഹാളിൽ നടക്കുന്നുണ്ട്. ഞാൻ ഹീറോ ആയിട്ടുള്ള പടത്തിൻ്റെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അന്വേഷിച്ച് ഇതിൻ്റെ ഒരു സമയമൊക്കെ നോക്കിയപ്പോൾ ഇന്ന് വളരെ നല്ല ദിവസമാണ്, ഒരു സിനിമ തുടങ്ങാൻ പറ്റിയ ദിവസമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയും ഗംഭീര സിനിമ ആവട്ടെ. പിന്നെ ഈ പറയുന്ന കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ ഈ കൊല്ലം മലയാള സിനിമ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയ വർഷമാണ്. ലോകത്തുള്ള എല്ലാ ആളുകളും ഈ OTT-യിലൂടെയും അല്ലാതെയും ഒക്കെ മലയാള സിനിമയെ വാനോളം പുകഴ്ത്തുന്ന സമയമാണ്. അത്രയും നല്ല കോണ്ടന്റുകൾ ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ പുതിയ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവുന്നു, പുതിയ സംവിധായകരുണ്ടാവുന്നു, പുതിയ താരങ്ങളുണ്ടാകുന്നു. അതൊരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് പുതിയ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാൻ കാണിക്കുന്ന നിങ്ങളുടെ മനസ്സിനാണ് ആദ്യത്തെ സല്യൂട്ട്. പ്രൊഡ്യൂസർക്കാണ് ആദ്യത്തെ സല്യൂട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നീട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ ഒരു സിനിമയുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്ന ഡയറക്ടർക്കും. അപ്പോൾ പിന്നെ ഈ പറയുന്ന നിങ്ങൾ രണ്ടുപേർക്കും പുതിയ, എനിക്ക് തോന്നുന്നു കുറേ ആർട്ടിസ്റ്റുകൾ പുതിയ ആളുകൾ തന്നെയല്ലേ. ഈ പടത്തിൽ ഇവർ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്ന സിനിമയാണ്. അങ്ങനെ സംഭവിക്കട്ടെ. ഇനിയും നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. ഞാൻ എൻ്റെ പടത്തിൻ്റെ കാര്യം പറഞ്ഞത് ഈ വാഴ തരുമ്പോൾ ചീര തന്നെയല്ലേ, അതങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് ഞങ്ങളുടെ ഞങ്ങൾക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല, പക്ഷേ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് അസോസിയേറ്റ് അല്ലേ, അങ്ങനെ പറയാമല്ലോ, അല്ലെങ്കിൽ എന്താ പറയുക, സ്ക്രിപ്റ്റ് കോൺട്രിബ്യൂട്ടർ. അതെ, സ്ക്രിപ്റ്റ് കോൺട്രിബ്യൂട്ടർ ആയിട്ടുള്ള കലാഭവൻ മധു സാർ ഒന്ന് വന്ന ഫ്രണ്ടിലൊന്ന് മധു സാറിനെ ഒന്ന് പരിചയപ്പെടുത്തില്ല. വാ ഇവിടെ ഫ്രണ്ടിൽ മീഡിയയുടെ മുമ്പിൽ കൊല്ലാനൊന്നുമില്ല. വാ, ഇതാണ് കലാഭവൻ മധു.
മസാറിന്റെ ഒരുപാട് പരിചയപ്പെടുത്താനുള്ള ഒരു കാര്യമുണ്ട്. മസാർ സ്റ്റേജിലേക്ക് വാ. ഒരു കാര്യം പറഞ്ഞിട്ട് അല്ലേ ധർമ്മേട്ട, എന്തായാലും കുറെ നാൾക്ക് ശേഷം കിട്ടിയതാ, വാങ്ങിട്ട്. ഇതാണ് കലാഭവൻ മധു. വർഷങ്ങളായിട്ട് കലാഭവനിൽ മിമിക്രി, അതായത് ഒരുപാട് കുട്ടികളെ, എനിക്ക് തോന്നുന്ന ഒരു 5000-ന് മുകളിൽ അല്ലെങ്കിൽ ഒരു 10,000-ന് മുകളിൽ കുട്ടികളെ മിമിക്രി പഠിപ്പിക്കുകയും അവരെ മുന്നണിയിലേക്ക് എത്തിക്കുകയും ചെയ്ത ആളാണ്. വർഷങ്ങളായിട്ട് കോമഡി, അതായത് സിനിമാല എന്ന പ്രോഗ്രാമിൽ എഴുതിയിരുന്ന ആളാണ്. നമ്മളുടെ എല്ലാവരെയും അറിയാവുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിൻ്റെ റൈറ്ററാണ്. ഞങ്ങൾ ഒരുമിച്ച് ബഡായി ബംഗ്ലാവ്, എൻ്റെയും അധ്യാപകനാണ്. എന്നെ ആദ്യമായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന റൈറ്റർ എന്ന് പറഞ്ഞത് പോലും ഇദ്ദേഹത്തിന് അവകാശപ്പെട്ടാണ്. കാരണം ആദ്യമായിട്ട് എന്നോട് പേപ്പർ മടക്കി ലെഫ്റ്റ് സൈഡിൽ സിറ്റുവേഷൻ, റൈറ്റ് സൈഡിൽ ഡയലോഗ് എന്ന് പറഞ്ഞു തന്ന എൻ്റെ അധ്യാപകനാണ് മധു സാറ്. അദ്ദേഹം വിളിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ വേദിയിൽ വന്നത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വേദിയിൽ നിൽക്കാനും അതുപോലെ വെടിക്കെട്ടെന്നുള്ള സിനിമ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുകയും ചെയ്തു. മധു സാറിന് ഒരുപാട് വലിയ വലിയ ശിഷ്യന്മാരുണ്ട് കേട്ടോ, ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അത് ആരൊക്കെയാണെന്ന് മധു സാർ തന്നെ പറയും. അപ്പോൾ എന്തായാലും മധുസാറും വിളിച്ചതിന് മധുസാറെ താങ്ക് യു. ഇതേപോലെ നല്ലൊരു ഫംഗ്ഷൻ, നല്ല ഇത്രയും ആളുകൾ ഉണ്ടെങ്കിൽ 2 ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോക്കുള്ള ഫുള്ള് ആളായിട്ടോ. ഇത് ബാക്കി നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വിപിൻ ചേട്ടാ. അതുപോലെ വൈകിട്ടത്തെ ചേട്ടൻ്റെ മൂവിക്കും എല്ലാവിധ ആശംസകളും നേരുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മൾ പൂജ ചെയ്ത് നമ്മുടെ സ്ക്രിപ്റ്റ് ഏറ്റുവാങ്ങിയിരുന്നു. ഇനി സ്ക്രിപ്റ്റ് തിരക്കഥാകൃത്ത് സംവിധായകനെ കൈമാറുന്ന ചടങ്ങിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ വേദിയിലേക്ക് നിറഞ്ഞ കയ്യടികൾ കൊടുത്തുകൊണ്ട് ഡോക്ടർ ബെന്നറ്റ് എന്ന നമ്മുടെ ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് ശ്രീ മെന്റലിസ്റ്റ് ഷമീറിനെ ക്ഷണിക്കുന്നു. ഒപ്പം ചിത്രത്തിൻ്റെ സംവിധായകൻ ശ്രീ TS സാബു അവരുകളെയും ക്ഷണിക്കുന്നു. പ്ലീസ്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു വേൾഡ് റെക്കോർഡ്സ് നേടിയിട്ടുള്ള ഒരു മെന്റലിസ്റ്റ് ആണ്. പുതിയ പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ച ഒരു മെന്റലിസ്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ചില വിദ്യകൾ തീർച്ചയായിട്ടും നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ചടങ്ങിലേക്ക് പോവാം. യെസ്, ഷമീർ സർ സ്ക്രിപ്റ്റ് ഡയറക്ടർ സാറിന് കൈമാറുന്നു. And ladies and gentlemen, put all your hands together now please. നല്ലൊരു കൈയടി, നല്ലൊരു അടിപൊളി കൈയടി. ഡോക്ടർ ബെന്നറ്റ് എന്ന നമ്മുടെ ടൈറ്റിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് ഷമീർ സാറ് മെഡിക്കൽ ഫീൽഡിലും ഹിപ്നോട്ടിസം ഒക്കെ കൈവശം ഉള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ എക്സ്പീരിയൻസുകളിൽ നിന്നായിരിക്കാം ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുക. അപ്പോൾ ഡോക്ടർ ബെന്നറ്റ് എന്ന നമ്മുടെ കഥയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു തരാൻ പറ്റുമോ, എന്തൊക്കെ സൂചനകൾ തരാൻ പറ്റുമോ, അതൊക്കെ അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. മൈക്കരമായിരുന്നു പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ കഴിയണത്. അതിൽ ആദ്യമായിട്ട് ജഗദീശ്വരനോടും പിന്നെ എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ ബന്ധുക്കളോടും എൻ്റെ സുഹൃത്തുക്കളോടുമൊക്കെ ഈ വന്നിരിക്കുന്ന എല്ലാ അതിഥികളോടും ഞാൻ നന്ദി പറയാം. കഴിഞ്ഞ 2019 ഞാനിങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാനുള്ളൊരു തീരുമാനത്തിലേക്ക് കോവിഡിൻ്റെ സമയത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എഴുതാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ എന്തെഴുതണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടായിരുന്നു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ 14 വർഷമായി ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. മരുന്നില്ലാത്ത ചികിത്സാ രീതികളായിട്ടുള്ള ഹിപ്നോട്ടിസം, പ്രാണിക് ഹീലിംഗ്, റിഫ്ലക്സോളജി, അക്യുപങ്ക്ചർ, അക്യുപ്രഷർ, സൈക്കോതെറാപ്പി തുടങ്ങിയ മരുന്നില്ലാത്ത ചികിത്സാ രീതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഈ 14 വർഷം എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്, ഈ എക്സ്പീരിയൻസിൽ നിന്നും ഒരു താള് ഞാൻ തുറന്നിട്ടാണ് ഈ ഒരു സ്റ്റോറി ഞാൻ എഴുതിയത്. എനിക്കിതിനകത്ത് നിങ്ങളോട് സ്റ്റോറിയെ സംബന്ധിച്ചിട്ട് പറയുന്നത് ശരിയല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ സ്റ്റോറിക്കുള്ളൊരു പ്രത്യേകത മലയാള സിനിമയിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമയിൽ നിന്നല്ല, ഒരു പക്ഷേ
നിങ്ങൾക്കതൊരു അതിശയോക്തിയാവും, എനിക്കത് അതിശയോക്തിയല്ല. ലോക സിനിമയിൽ പോലും ഇന്ന് വരെ ഇല്ലാത്ത ഒരു സംഭവം ഈ സിനിമയിലുണ്ട്. ഇത്ര മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ ഈ സിനിമയെ സംബന്ധിച്ച്. അപ്പോൾ ഇനി കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഒരുപാട് സമയമായി, പലരും അക്ഷമരായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയ ജഗദീശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുക. സാർ, ഏറ്റവും വലിയ ക്ലൂ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലോക സിനിമയിൽ ഇല്ലാത്തൊരു സംഗതിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് തന്നെയാണ് നമുക്ക് വേണ്ടതും. നമ്മൾ ഷമീർ സാർ ഒരു വലിയ കൈയടി കൊടുക്കണം. കാരണം അദ്ദേഹത്തിന് ഒരു ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ ലഭിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞ പോലെ ഹിപ്നോട്ടിസവും മെന്റലിസവും ഒക്കെ കമ്പൈൻ ചെയ്ത് ടെലികൈനസിസ് എന്ന ഒരു വിദ്യയിലൂടെ ബുക്ക് ഓഫ് വേൾഡ് വൈഡ് റെക്കോർഡിൽ അദ്ദേഹം പേര് നേടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. നമ്മൾ ഈ വേദിയിൽ വെച്ച് അദ്ദേഹത്തിന് ആ ഒരു അംഗീകാരത്തിൻ്റെ സർട്ടിഫിക്കറ്റും മെഡലും നമ്മൾ കൈമാറുകയാണ്. ആൻഡ് വി ആർ റിയലി പ്രൗഡ് ടു അനൗൺസ് ദാറ്റ്. അപ്പോൾ ഈ ഒരു ചടങ്ങ് നമുക്ക് വേണ്ടി ചെയ്തു തരുവാനായിട്ട് വേദിയിലേക്ക് ആദ്യം സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് കൈമാറുവാൻ ബഹുമാനപ്പെട്ട കേരള കോൺഗ്രസ് എസിൻ്റെ ചെയർമാനായ ശ്രീ ബിനോയ് ജോസഫിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിന് മെഡൽ കൈമാറുവാനായിട്ട് ഫ്ലവേഴ്സ് ടിവിയുടെ ദ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, ഒപ്പം സ്റ്റാർ മാജിക് എന്ന ജനപ്രിയ ടെലിവിഷൻ പരിപാടിയുടെ ഷോ ഡയറക്ടറുമായ ശ്രീ അനൂപ് ജോണിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. യെസ് പ്ലീസ്, നല്ലൊരു കൈയടിയാവാം. എല്ലാവരും മനോഹരമായ നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് ഇരുവരെയും വേദിയിലേക്ക് ക്ഷണിക്കാം പ്ലീസ്. ആക്ച്വലി ഒരുപാട് റിസർച്ചും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും വേണം ശരിക്കും ഇങ്ങനെ ഒരു അക്കംപ്ലിഷ്മെൻറ്റ് നേടിയെടുക്കാനായിട്ട്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ഫോർ ദാറ്റ്. ബുക്ക് ഓഫ് വേൾഡ് വൈഡ് റെക്കോർഡ്സിൻ്റെ റെക്കഗ്നേഷനാണ് ശ്രീ മെന്റലിസ്റ്റ് ഷമീർ ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രിയങ്കരനായ ശ്രീ അനൂപ് ജോൺ മെഡൽ കൈമാറുന്നു, പ്രസൻറ്റ് ചെയ്യുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ബിനോയ് സർ. താങ്ക് യു സോ മച്ച് എൻ്റെ വേട്ട. ആൻഡ് നമ്മുടെ റിക്വസ്റ്റ് ഉണ്ട്, നമ്മുടെ മെന്റലിസം നമുക്ക് വേണ്ട പ്രേക്ഷകർക്ക് വേണ്ടി, നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം. പക്ഷെ എനിക്കറിയാം എന്തൊരു തയ്യാറെടുപ്പ് വേണ്ടി വരും അല്ലേ? യെസ്. സോ ഹി വിൽ ബി ബാക്ക് ഇൻ ഫ്യൂ മിനിറ്റ്സ്. നമ്മൾ വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. താങ്ക് യു. എന്നെ ഈ ചടങ്ങിന് വരുന്നതിന് മുമ്പ് ക്ഷണിക്കാൻ 3 പേര് വന്നിരുന്നു. എൻ്റെ പ്രൊഡ്യൂസർ വിനോദേട്ടൻ, ഡയറക്ടർ വന്നിരുന്നു, പിന്നെ മധുച്ചേട്ടൻ വന്നിരുന്നു. എൻ്റെ അടുത്ത് ഈ ഫംഗ്ഷന് വരാൻ നിർബന്ധിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ചെറിയൊരു 1 ലൈൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു മെൻ്റലിസ്റ്റ് ആണെന്നും അദ്ദേഹത്തിൻ്റെ കുറച്ച് അനുഭവങ്ങളാണ് എന്നും ഇതിനകത്ത് കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ 1 ലൈൻ കേട്ടപ്പോൾ വളരെ ആശ്ചര്യം തോന്നി. മലയാള സിനിമയിലൊരു പുതിയ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഈ സിനിമയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും, ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഇനി വേദിയിലേക്ക് പ്രിയങ്കരനായ ശ്രീ രജിത് കുമാറിനെ ക്ഷണിക്കുകയാണ് പ്ലീസ്. ഇത്രയും ആദരണീയരായ മഹത് വ്യക്തിത്വങ്ങൾ, വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ അനൂപ് ജോൺ പറഞ്ഞതിനെ കണക്ട് ചെയ്ത് പറഞ്ഞാൽ, ഈ ഷോയിൽ, ഈ പരിപാടിയിൽ, പൂജയിൽ എന്നെ ക്ഷണിക്കാനായി ആരും വന്നില്ല. ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഈ പോസ്റ്റർ കണ്ട് ഒരുവിധമുള്ള പൂജകളെല്ലാം പോയി തല കാണിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ അവസരം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് എന്നെപ്പോലെ വന്നിരിക്കുന്ന ധാരാളം പേരുടെ ഒരു പ്രതിനിധിയാണ് ഞാൻ. പക്ഷേ ഒരാളെന്നെ വിളിച്ചു 2-3 ആഴ്ചയ്ക്ക് മുമ്പ്. അത് എന്നോടൊപ്പം പല സിനിമകൾ അഭിനയിച്ച ഡോക്ടർ സ്വർണ്ണലത എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ കം ആർട്ടിസ്റ്റാണ്. സിസ്റ്റർ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു പടമുണ്ട്,
സാറോട് എറണാകുളത്തുണ്ടെങ്കിൽ വരണം എന്ന്. അപ്പോൾ അന്ന് ഞാൻ വാക്ക് കൊടുത്തു ഉറപ്പായിട്ട് വരും എന്ന്. പക്ഷേ അത് കഴിഞ്ഞ് ഇന്നലെ 2 ദിവസം മുമ്പ് മാഡം പറഞ്ഞിട്ട് ഞാൻ ഡയറക്ടറുമായിട്ട് ഫോണിലൂടെ സംസാരിച്ചു. കാരണം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ വന്നിട്ട് വെറുതെ തിരിച്ചു പോകുമല്ലോ എന്ന് പേടിയുള്ളത് കൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം വാം വെൽക്കം ഫോണിലൂടെ തന്നു. അങ്ങനെ ഞാനിവിടെ എത്തി. 1-2 കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ധാരാളം പേര് സിനിമയെ പ്രണയിക്കുകയും മോഹിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. നിങ്ങളുടെ ഒരു പ്രതിനിധിയാണ് ഞാൻ. ഒരു പ്രശസ്തിക്ക് വേണ്ടി എനിക്ക് സിനിമ ചെയ്യേണ്ട. കാരണം ബിഗ് ബോസിലൂടെ തന്നെ ലോക മലയാളികൾ എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ചാരിറ്റിയാണ് ലൈഫ് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്തെല്ലാം ചെയ്യാം, അത് എത്രത്തോളം ചെയ്യാം. അതിൽ ഞാൻ പല സ്ഥലത്ത് പോകുമ്പോഴും മെൻ്റലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പലതും ശ്രദ്ധിക്കാറുമുണ്ട്. ഇവിടെ ഞാൻ ഒന്നാമത് ശ്രദ്ധിച്ചത് 3 വർഷം കൊണ്ട് ഈ സിനിമ യാഥാർത്ഥ്യമായി തീരാൻ വേണ്ടി ഇതിന് എഫേർട്ട് എടുത്ത് നടന്ന ഡയറക്ടർ സാബു സാർ തന്നെയാണ്. ആ സാബു സാർ ഈ പൂജയിൽ ഉടനീളം അദ്ദേഹം കൈകൂപ്പി നിന്നതും അദ്ദേഹത്തിൻ്റെ മുഖത്തും കണ്ണുകളിലും ഉണ്ടായിരുന്ന എളിമയും വിനയവും, അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ അദ്ദേഹം അത് നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നതും, അങ്ങനെ ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി സിനിമയെ പ്രണയിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന ആത്മാർത്ഥതയുള്ള ആ ഒരു വ്യക്തിയോടൊപ്പം ദൈവികമായ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് എനിക്ക് യാതൊരു സംശയവുമില്ല. രണ്ടാമത് അതിനുവേണ്ടി പുറകെ ഒരു പ്രൊഡ്യൂസറാണ് ഏറ്റവും പ്രധാനം. പ്രൊഡ്യൂസറിനെ കിട്ടാൻ ഡയറക്ടറും, നല്ല ഡയറക്ടർമാരെ കിട്ടാൻ വേണ്ടി പ്രൊഡ്യൂസർമാരും ഓടി നടക്കുന്ന കാലങ്ങളാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുന്നത്. ആ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ വിനോദ് സാറ് കഴിഞ്ഞ 30 വർഷം കൊണ്ട് പ്രൊഡക്ഷൻ കൺട്രോളറായി അങ്ങനെ പ്രവർത്തിച്ചു വരികയും ഒത്തിരി എക്സ്പീരിയൻസുകൾ സിനിമാ മേഖലയിലൂടെ മനസ്സിലാക്കിയെടുത്ത അദ്ദേഹം ഈ സിനിമയെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഗദ്ഗതം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ടമിടറിയപ്പോൾ ഒരു കാര്യം വീണ്ടും മനസ്സിലായി. ആ നിർമ്മല ഹൃദയം, നിഷ്കളങ്ക ഹൃദയം, വേദങ്ങളിൽ പറയുന്ന പോലെ ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവന് ദൈവത്തെ ലഭിക്കും എന്ന്. ആ ഒരു നന്മ, ആ നൈർമല്യം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും കണ്ടു. നിറഞ്ഞ കണ്ണുകളോടെയാണ് അദ്ദേഹം അവിടെ വന്ന് ഇരിക്കുകയുണ്ടായത്. തുടർന്നുള്ള ബാക്കിയുള്ള അനുഗ്രഹങ്ങളും ഒക്കെ കണ്ടു. ഇവിടെ അനുഗ്രഹ ആശംസകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ലക്ഷ്യം ഉറപ്പിക്കുകയാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കഠിനമായി പരിശ്രമിക്കുകയാണെങ്കിൽ, ആ ലക്ഷ്യം തീവ്രമാണെങ്കിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരുപാട് ഉദാഹരണങ്ങളിലെ ഒരു ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയ സൂപ്പർ താരത്തിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരമായ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി, ബിബിൻ ജോർജ്. ഇത് ഞാൻ അദ്ദേഹത്തെ പ്രൊഡ്യൂസർ പറഞ്ഞ് വെടിക്കെട്ടി ഞാൻ കണ്ടപ്പോൾ ഞാൻ വെടിക്കെട്ടിന് നിർമ്മാതാവാണ് അദ്ദേഹമാണെന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്. ഞാൻ തെറ്റിദ്ധരിച്ചത് താങ്കളാണെന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രൊഡ്യൂസറും കൂടെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറവുകൾ അത് കുറവുകളല്ല എന്നും അതിനെ അതിജീവിച്ചുകൊണ്ട് ഇത്രയും പരിധിവരെ എത്താമെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും തന്നിരിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് നാളെ ഏറ്റവും ഉന്നതമായ നിലയിൽ എത്താൻ കഴിയില്ല? നമ്മൾ ഓരോ സെക്കൻഡിലും ഓരോന്നും വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എളിമയും വിനയവും ആ ഒരു സമർപ്പണ മനോഭാവവും, അതുപോലെ ഡയറക്ടറിൽ ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ കൊണ്ടുവരിക, അതിൻ്റെ ഗുരുത്വം, അതിൻ്റെ വിനയം, അതിൻ്റെ എളിമ. നമ്മളിൽ പലരുമാണെങ്കിലോ ഒരല്പം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരത്തിന് കിരീടം വെച്ച കയ്യും കാലും വെച്ചോ. അധികം അതിൽ മറ്റൊരു വചനമുണ്ട്, എത്രത്തോളം കിട്ടുന്നവന് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കും, എന്നാൽ ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടെ എടുത്തു കളയും. അതൊരു പരീക്ഷണം മാത്രമാണ്. കിട്ടുന്നവന് കൂടുതൽ കൊടുക്കുന്നത് അവനെ ഏറെ വളർത്തി കൂടുതൽ അഹങ്കാരിയാക്കി മോളിൽ ചെന്നിട്ട് താഴെ ഒറ്റ ഇടക്കിടാനാണ്. ആ വീണവൻ പിന്നെ ഒരിക്കലും ഉയരത്തില്ല. എന്നാൽ നീതിമാൻ അവൻ 7 വട്ടം വീണാലും വീണ്ടും അവൻ ദൈവം അവൻ ഉയർത്തിക്കൊണ്ടേ വരും എന്നാണ്. അപ്പോൾ ഈ തത്വങ്ങളെല്ലാം പറഞ്ഞത് സിനിമകൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലങ്ങളാണ്. കഴിഞ്ഞ സമയങ്ങളിൽ 150ഓളം പടങ്ങൾ ഇറങ്ങിയതിൽ 140-35 പടങ്ങൾ. കാരണം ഞാനിപ്പോൾ ഫുൾ ടൈം 2020 ഞാൻ ഈ വർഷം കാലടി ശങ്കല കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ 2020 കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ എന്നോട് ബിഗ് ബോസിലൂടെ പറഞ്ഞു അടുത്ത പടങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആഗ്രഹിച്ചു. സിനിമയെങ്കിൽ സിനിമ. അങ്ങനെ ഞാൻ ജോലി 4 വർഷവും 1.25 കോടി രൂപ സാലറി ഉള്ളത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടാണ് സിനിമയെ പ്രണയിച്ചുകൊണ്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ പറഞ്ഞ പോലെ ഒരു DRK പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ, അത് ബിഗ് ബോസിലൂടെ ജനങ്ങൾ സഹോദരങ്ങൾ എനിക്ക് തന്ന പേരാണ് ഡോക്ടർ അജിത് കുമാർ. DRK പ്രൊഡക്ഷൻസ് എൻ്റെ സ്വപ്നമാണ്. ഭാവിയിൽ താഴേക്കടയിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അവസരം കൊടുത്തുകൊണ്ട് ഞാൻ വളർന്നാൽ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയും നമ്മുടെ
രണ്ടാമത്തെ ചേട്ടൻ്റെ പേര് പറഞ്ഞു, ധർമ്മജൻ ചേട്ടൻ പറഞ്ഞതുപോലെ പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി വരും, അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾ സാഫല്യമാക്കാൻ നമ്മൾ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടേ തന്നെ ഇരിക്കും. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ഇത് ഏറ്റവും ഗംഭീരമായി വിജയിക്കാൻ അത് വളരെ സിമ്പിളാണ്. തീർച്ചയായിട്ടും സിനിമ വിജയിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സിനിമയിൽ നമ്മൾ ആ സിനിമയുടെ പ്രൊഡ്യൂസറിനും ഡയറക്ടറിനും വേണ്ടി സമർപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഇന്ന് രാവിലെ ഞാൻ ആലുവ മണപ്പുറത്തപ്പൻ്റെ നടയിൽ പോയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്. പറയുന്നത് സത്യമാണ്. കാരണം വേദം എനിക്ക് അറിയാം എന്നുള്ളത് കൊണ്ടും ഇവിടെ പൂജ നടക്കുമ്പോൾ ഗണപതി ഭഗവാനെ പറഞ്ഞപ്പോൾ ആ ഗണപതി ജർമ്മനിയുടെ ഒരു മദാമ 20 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതുകൊണ്ട് എല്ലാ പരിപാടിക്ക് പോകുമ്പോഴും ഞാനിത് കൊണ്ടുപോകും. കാരണം വിഘ്നങ്ങളും തടസ്സങ്ങളും ഒന്നും ഉണ്ടാവാതെ പോട്ടെ എന്ന് പറഞ്ഞു. അത് സാക്ഷ്യപ്പെടുത്തി തന്നെ ഞാൻ പറയുന്നു. ആ ഒരു പ്രാർത്ഥന ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, ഈ പൂജയിൽ ഞാൻ പങ്കെടുക്കുന്ന ഈ പരിപാടി, ഈ പൂജ, ഈ സിനിമ അത് ഏറ്റവും നല്ല രീതിയിൽ ഒരു തടസ്സങ്ങളും കൂടാതെ, ഒറ്റ ഷെഡ്യൂളാണെങ്കിൽ ഒറ്റ ഷെഡ്യൂൾ, അല്ലെങ്കിൽ ഷെഡ്യൂളുകളൊന്നും തന്നെ പ്രോബ്ലം ഉണ്ടാവാതെ ഭംഗിയായി ഐശ്വര്യകരമായി ഗംഭീരമായി ഈ സിനിമ ഷൂട്ട് ചെയ്ത് ആദ്യഘട്ടത്തിൽ തീർക്കാനും അത് വൻ വിജയമാക്കി തീർക്കാനും അവരെ അനുഗ്രഹിക്കണം. അതിൽ ആ സിനിമയിൽ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എൻ്റെ സാന്നിധ്യം കൂടെ നിലനിർത്തിക്കൊണ്ട് കൊടുത്തുകൊണ്ട് ഇതിനെ ഏറ്റവും കൂടുതൽ വമ്പൻ വിജയമാക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. എന്നെ ഇതിൽ ചാൻസ് ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ലോക സമസ്ത സുഖിനോപമൊന്നും പ്രാർത്ഥിക്കാറില്ല. വ്യക്തിയുമാണ് ഞാൻ, ഒരു അനാഥനാണ്, ഞാൻ ഓർഫണാണ്. അപ്പൊ എന്നെ ആര് കൂട്ടിച്ചേർത്ത് നിർത്തുന്നോ അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും കൊടുക്കണേന്ന് എന്നും പ്രാർത്ഥിക്കുന്ന ആളാണ്. ആ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ട്. എല്ലാ വിജയാശംസകളും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ രജത് കുമാർ. ഇനി വേദിയിലേക്ക് ശ്രീ കലാഭവൻ മധുവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം അദ്ദേഹം ഒരു കഥാകൃത്താണ്, തിരക്കഥാകൃത്താണ്, ആക്ടറാണ്, ഹാസ്യ കലാകാരനാണ്, സ്റ്റാർ മാജിക്, ബഡായ് ബംഗ്ലാ എന്നുപോലുള്ള പരിപാടികളുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. വെടിക്കെട്ട് എന്ന ചിത്രത്തിലെ മനോഹരമായ റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. ഹി ഓൾസോ ഹാവ് മെനി അപ്കമിങ് മൂവീസ്. നമ്മുടെ ഡോക്ടർ ബെന്നറ്റിന്റെ ഒരു വലിയ അഭിനയാംശയൊക്കെയാണ് മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുകയാണ് മധുചേട്ടൻ. മധുചേട്ടാ, നമസ്കാരം. ആദ്യം നന്ദി പറയേണ്ടത് ഞാൻ വിളിച്ച ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ധർമ്മജൻ, അതുപോലെ തന്നെ ശിഷ്യനും മലയാള സിനിമയിലെ അഭിവാച്യ ഘടകമായ സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടറൊക്കെ ബിബിൻ ജോർജ്, ഞാൻ ചെയ്യുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ ശ്രീ അനൂപ് ജോൺ അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് എൻ്റെ ഡയറക്ടറായ TS സാബുവും പ്രൊഡ്യൂസർ വിനോദ് വാസുദേവനും. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചുണ്ട്. ഇത് വളരെ രസകരമായ ഒരു ത്രില്ലർ ഫിലിമാണ്. അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, കാരണം എല്ലാവരും പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എങ്കിലും ഞാൻ ആദ്യം അഭിനയിച്ച പടം ഡയാന പറഞ്ഞ പോലെ തന്നെ വെടിക്കെട്ടാണ്. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ റിലീസ് ചെയ്യാൻ പോകുന്നൊരു ഫിലിമുണ്ട് അപൂർവ പുത്രന്മാർ. അത് കഴിഞ്ഞ് ഈ ഫിലിമിലും ഞാൻ നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട്. അവരെനിക്ക് തരുന്നുണ്ട്, അതായത് ഡയറക്ടർ TS സാബുവും വിനോദ് വാസുദേവനും എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും പടം വൻപിച്ച വിജയമാകണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് എല്ലാവിധ ആശംസകളും കൊടുക്കുന്നു. അതുപോലെ നിങ്ങളുടെയും പ്രാർത്ഥന ഉണ്ടാകണം ഈ പടം വൻ ഹിറ്റാകാൻ. താങ്ക് യു വെരി മച്ച്.